ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ആയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ലാംഗ്വേജസിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷിൽ, മലയാളം, ഹിന്ദിയിലൊക്കെ ഏതൊരു ചാപ്റ്റർ പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ആരാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയേക്കണേന്നാണ്. നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയേക്കുന്നത് റസ്കിൻ ബോണ്ട് ആണ്. ആരാണ് എഴുതിയേക്കുന്നത്? റസ്കിൻ ബോണ്ട് ആണ്. അത് മാത്രല്ല, റസ്കിൻ ബോണ്ട് തന്റെ ചൈൽഡ്ഹുഡ് നരേറ്റ് ചെയ്യാണ് ഈ ഒരു സ്റ്റോറിയിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഇൻട്രോ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ റസ്കിൻ ബോണ്ട് വെക്കേഷൻ, ഇപ്പൊ നമ്മളൊക്കെ ആകുമ്പോൾ വെക്കേഷൻ എങ്ങടാ പോവാ? നമ്മുടെ ഈ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിലോ അമ്മായിമാരുടെ വീട്ടിലൊക്കെ പോകും. അതേപോലെ തന്നെ നമ്മുടെ റസ്കിൻ ബോണ്ട് വെക്കേഷന് അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിൽ നിൽക്കാനായിട്ട് പോവാണ്. ദെഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്. ദെഹ്റ എവിടെയാണ്? ഇന്ത്യയിലാണ് ദെഹ്റ ഉള്ളത്, അല്ലെ? അപ്പൊ അവിടെയാണ് ആരുടെ വീട്? നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്. ആ ഒരു വെക്കേഷൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിയേ, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ? ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽമരാണ്. നോക്കി, ഇവിടെ ആ ആൽമരത്തിന്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഇതാരാണ്? ഒരു സ്നേക്കും ഉണ്ട്. ഇതൊരു മംഗൂസ് ആണ്. ഒരു മംഗൂസ് ഉണ്ട്, ഒരു കീരിയുണ്ട്, ഒരു പാമ്പുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ അവരുടെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു പോയിന്റ് വൈസ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പോയിന്റ് വൈസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. ഇവിടെ ഹിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? റസ്കിൻ ബോണ്ടിനാണ്. ഓക്കെ, in his childhood, Ruskin Bond lived with his grandfather and grandmother in a village near the town of Dehra at the foot of Himalayas. അതായത് റസ്കിൻ ബോണ്ടിന്റെ കുട്ടിക്കാലത്ത് റസ്കിൻ ബോണ്ട് എവിടെയായിരുന്നു? വെക്കേഷൻ സമയത്ത് റസ്കിൻ ബോണ്ട് എവിടെയായിരുന്നു? ഗ്രാൻഡ് ഫാദറിന്റെയും ഗ്രാൻഡ് മദറിന്റെയും വീട്ടിലായിരുന്നു. അത് എവിടെയാണ്? ദെഹ്റ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ആര് താമസിച്ചിരുന്നത്? നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും താമസിച്ചിരുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയയുടെ താഴ്വാരത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഫസ്റ്റത്തെ ആ ഒരു പോയിന്റിൽ പറയുന്നത്. Second point നോക്കിയേ, the boy says that the house and ground of their home in India were his grandfather's domain and the old magnificent banyan tree was his. അതായത് നമ്മുടെ ബോയ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബോയ് എന്താ പറയണത്? ആ ഒരു ഇന്ത്യയിലുള്ള അവരുടെ വീടും സ്ഥലത്തിന്റെ ഒക്കെ ഏക അവകാശി ആരാണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണ്, മുത്തശ്ശനാണ് ഏകാവകാശി. പക്ഷേ എന്താണ്? പക്ഷെ വേറൊരു കാര്യം പറയുന്നത് എന്താ? നമ്മുടെ ബനിയൻ ട്രീ, ആ ഒരു ആൽമരയിൽ വലിയൊരു ഓൾഡ് മാഗ്നിഫിക്കന്റ്, അതായത് ഭയങ്കര ഗംഭീരമായ ആ ഒരു ബനിയൻ ട്രീയുടെ അവകാശി ആരാണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഗ്രാൻഡ് ഫാദർ at the age of 65 could no longer climb the tree. Grandmother used to tease grandfather about this. അതായത് എന്തുകൊണ്ടാണ് ആ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ അവകാശി ആരാണെന്ന് പറഞ്ഞു? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അപ്പൊ ആ ഒരു ബനിയൻ ട്രീയുടെ അവകാശി ബോയ് ആയതെന്നുള്ള റീസൺ ആണ് ഈ കൊടുത്തേക്കുന്നത്. എന്താണ് ആ റീസൺ? ഗ്രാൻഡ് ഫാദറിന് എത്ര വയസ്സുണ്ട്? 65 വയസ്സുണ്ട്. ഗ്രാൻഡ് ഫാദറിന് എത്ര വയസ്സുണ്ട്? 65 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മരത്തിലൊന്നും കയറാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ട്രീയുടെ അവകാശി ആരാണ്? നമ്മുടെ ബോയ്. അടുത്ത സെന്റൻസ് നോക്കിയേ, ദി ബോയ് മെയ്ഡ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ സ്മോൾ ഗ്രേ സ്ക്വിറൽ. അതായത് നമ്മുടെ ബോയ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാണ്. ഇപ്പൊ ഞാനൊക്കെ ആരായിട്ടാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക? ഇവിടെയുള്ള ടീച്ചേഴ്സ് ഉണ്ട്, വേറെ കുട്ടികളൊക്കെ ഉണ്ട്, അവരായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം, അല്ലെ? പക്ഷെ ഇവിടെ നമ്മുടെ ബോയ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ആരായിട്ടാണ്? ഒരു സ്ക്വിറലിനായിട്ട്, ഒരു അണ്ണാനായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, the squirrel was afraid of the boy at first. അതായത് സ്ക്വിറലിന് ആദ്യം ബോയിനെ കാണുമ്പോൾ ഒരു പേടിയാണ് വരിക. അത് എല്ലാ അനിമൽസിനും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ മനുഷ്യന്മാരെ കാണുമ്പോൾ അവർക്കൊരു പേടിയായിരിക്കും. കാരണം എന്താ? നമ്മൾ അവർ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ സ്ക്വിറലിന് ആദ്യം ബോയിനെ കാണുമ്പോൾ എന്ത് തോന്നും? ഒരു പേടി തോന്നും. പക്ഷേ എന്താ അവിടെ സംഭവിക്കണേ? But when it found that the boy had no intention to harming, it became friendlier. അതായത് നമ്മുടെ ബോയ്ക്ക് ഈ സ്ക്വിറലിന് എന്താണ് ഹാം ചെയ്യാനുള്ള, അതായത് ഉപദ്രവിക്കാനുള്ള ഒരു ഇന്റൻഷൻ ഒന്നുമില്ല എന്ന് മനസ്സിലാവുമ്പോ നമ്മുടെ സ്ക്വിറൽ എന്താവാണ്? ബോയിനായിട്ട് കുറച്ചുകൂടി ഫ്രണ്ട്ലിയർ ആവാണ്. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? Later the squirrel became daring enough to jump into his pocket to find food. അതായത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര കമ്പനിയായിട്ട് എന്താ സംഭവിക്കണത്? അവിടെ എന്താ സംഭവിക്കണേ? നമ്മുടെ സ്ക്വിറല് ബോയുടെ പോക്കറ്റിന്റെ ഉള്ളിലടക്കം കയറി ഫുഡ് എടുത്ത് കഴിക്കാനുള്ള ആ ഒരു എന്താണ് ആ ഒരു ധൈര്യമായി വന്നു, നമ്മുടെ സ്ക്വിറലിന് വന്നു. ഇതാണ് നമ്മുടെ ഈ 4 പോയിന്റ്സ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കണവർക്ക് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കിയാലോ? നെക്സ്റ്റ് നോക്കാം. ഈ എന്ന് പറയുന്ന പോയിന്റ് ആണ് നോക്കാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of red bricks,
birds of all kind would flock into its branches and became the noisiest place on the road. അതായത് സ്പ്രിംഗ് സീസൺ. എന്താണ് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ? വസന്തകാലം. വസന്തകാലത്ത് എന്താ സംഭവിക്കുന്നത്? വസന്തകാലത്ത് നമ്മുടെ ആ ഒരു ബനിയൻ ട്രീയിൽ മൊത്തം എന്ത് വരും? ബേർഡ്സ് ഒക്കെ വരും. കുറേ അധികം ബേർഡ്സ് വരും. ബേർഡ്സ് എന്താ ചെയ്യാ? ഒരു ബ്രാഞ്ചിൽ നിന്ന് ഇപ്പുറത്തെ ബ്രാഞ്ചിലോട്ട് പറന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ബേർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവരിങ്ങനെ ഒച്ചയും ബഹളമായിരിക്കുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് സ്പ്രിംഗ് സീസണിൽ ആ ബനിയൻ ട്രീ എന്തായിരിക്കും എന്നാ പറയണത്? ഏറ്റവും നോയ്സിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും എന്നാണ് പറയണത്. അതായത് നോയ്സിയസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കും എന്നാണ് പറയണത്. അടുത്തത് നോക്കിയേ. He had built a platform halfway up the tree. He used it to spend his afternoon sitting there reading books and observing various sights. അതായത് നമ്മുടെ ബോയ് ആ ഒരു മരത്തില് കുറച്ച് ഹാഫ് വേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി, ഒരു മിഡിൽ പാർട്ടില് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതായത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ബോയ് എവിടെ പോയിരിക്കും? ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിരിക്കും. എന്നിട്ട് എന്താ ചെയ്യാ? റീഡിങ് ബുക്സ്. നമ്മുടെ ബോയ് എന്ത് ചെയ്യും? ബുക്സ് ഒക്കെ അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. ഓക്കെ, അത് മാത്രല്ല ഒബ്സർവിങ് വേരിയസ് സൈറ്റ്സ്. അതിൽ അവിടെ ഇരുന്ന് ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? അവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആര് ഒബ്സർവ് ചെയ്യാറുണ്ട്? നമ്മുടെ ബോയ് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കിയാലോ. ഇനി പറയാൻ പോണത് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. One April afternoon, when everyone was indoors due to warm breezes of the approaching summer, when the boy witnessed a dreadful fight between a cobra and a mongoose. അതായത് ഒരു ഏപ്രിൽ ആഫ്റ്റർനൂൺ, ഏപ്രിൽ ഒരു ഉച്ച സമയത്ത് എന്താ സംഭവിക്കുന്നത്? എല്ലാവരും വീടിന്റെ ഉള്ളിലാണ്. വീടിന്റെ ഉള്ളിലാണ്. കാരണം എന്താണ്? ഉച്ച സമയമാണ്. നല്ല ചൂട് കാറ്റൊക്കെ ആയിരിക്കും. വാം ബ്രീസ് ചൂട് കാറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വീടിന്റെ ഉള്ളിലാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ബോയ് എന്ത് കാണാണ്? ഒരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആര് വിറ്റ്നസ് ചെയ്യാണ്? നമ്മുടെ ബോയ് വിറ്റ്നസ് ചെയ്യാണ്. ആര് തമ്മിലാണ് ഫൈറ്റ്? ഒരു കീരിയും കോബ്രയും മംഗൂസ് തമ്മിലാണ് ഫൈറ്റ്. അത് ആര് വിറ്റ്നസ് ചെയ്യാണ്? നമ്മുടെ ബോയ് വിറ്റ്നസ് ചെയ്യാണ്. നെക്സ്റ്റ് നോക്കിയേ. ഹി വാസ് സിറ്റിംഗ് ഓൺ ദി പ്ലാറ്റ്ഫോം ആസ് യൂഷ്വൽ. അതായത് എപ്പോഴും ഇരിക്കണ പോലെ തന്നെ നമ്മുടെ ബോയ് ഇവിടെ ഇരിക്കുകയായിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. സഡൻലി എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര കെയിം ഔട്ട് ഫ്രം ദി കാക്ടസ് ക്ലബ്. അതായത് ആ ഒരു സമയത്താണ് ഒരു വലിയൊരു ബ്ലാക്ക് കോബ്ര ഇവിടെ നിന്ന് വരെയാണ്. ഒരു കാക്ടസ് വെച്ചാൽ എന്താ? മുൾച്ചെടി ഉണ്ടാവില്ലേ? ആ മുൾച്ചെടിയുടെ കൂട്ടത്തിനുള്ളിൽ നിന്ന് ആര് വരാണ്? ഒരു ഹ്യൂജ് കോബ്ര വരാണ്. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കണേ? ആൻഡ് മംഗൂസ് ഓൾസോ എമർജ്ഡ് ഫ്രം ദി ബുഷസ്. ആ ഒരു സമയത്ത് അതേ സെയിം ടൈമിൽ തന്നെ ആരും വരുന്നുണ്ട്? ബുഷസിന്റെ ഇടയിൽ. ബുഷസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചെടിയുടെ ഇടയിൽ നിന്ന് ആര് വരെയാണ്? നമ്മുടെ മംഗൂസും വരെയാണ്. അപ്പൊ എന്താണ്? കാക്ടസിന്റെ അവിടെ നിന്ന് ആര് വരുന്നുണ്ട്? കോബ്ര വരുന്നുണ്ട്. ബുഷസിന്റെ ഇടയിൽ നിന്ന് ആര് വരുന്നുണ്ട്? മംഗൂസും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. They came face to face in a clearing beneath the banyan tree. അതായത് അവരെന്താണ് കറക്റ്റ് ആ ഒരു ബനിയൻ ട്രീയുടെ അവിടെ ഇരുന്നാൽ എന്ത് കാണാൻ പറ്റും? ഇവരിങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് വന്ന് നിൽക്കുന്നത് ആർക്ക് കാണാൻ പറ്റും? നമ്മുടെ ബോയ്ക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, two other spectators, a myna and a jungle crow, also arrived there. അതായത് ആ ഒരു സമയത്ത് തന്നെ സ്പെക്ടാറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണികൾ. എന്താണ് കാണികൾ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ രണ്ട് സ്പെക്ടാറ്റേഴ്സ് എങ്ങോട്ട് വരാണ്? ഈ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി വരാണ്. ആരൊക്കെയാണത്? ഒരു ജംഗിൾ ക്രോയും ഒരു മൈനയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത നോക്കി. With hissing defiance, the cobra raised 3 of his 6 feet off the ground and spread his broad hood. അതായത് എന്താണ് ഹിസ്സിംഗ് ഡിഫിയൻസ്? ഹിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണത് നമ്മുടെ കോബ്ര ഉണ്ടാക്കുന്ന ഒരു സൗണ്ട്, കോബ്രയുടെ സൗണ്ട് എന്നുള്ള ഒരു സൗണ്ട് ഇല്ലേ? ആ സൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ച് നമ്മുടെ കോബ്ര എന്ത് ചെയ്യാണ്? ഇങ്ങനെ എതിർക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ചലഞ്ച് ചെയ്ത് നിൽക്കുകയാണെന്ന് പറയുന്നത്. അതേപോലെ ഇങ്ങനെ ചലഞ്ച് ചെയ്ത് എതിർക്കാൻ വേണ്ടി ചലഞ്ച് ചെയ്താൽ നിൽക്കുകയാണ് നമ്മുടെ കോബ്ര നിൽക്കുകയാണ്. അത് മാത്രമല്ല അവൻ്റെ ഒരു 6 feet ആയിട്ടുള്ളതാണ്. അവൻ്റെ ആ ഒരു ശരീരം മൊത്തം ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അവൻ്റെ ആ ഒരു ഭയങ്കര വലിയ ഒരു ഹുഡില്ലേ, പത്തി എന്നിങ്ങനെ വിരിച്ച് നിൽക്കാണ്ടോ. പത്തി എന്നാണ് ആര് വിരിച്ച് നിൽക്കാണ്? കോബ്ര പത്തി വിരിച്ച് നിൽക്കാണ്. ദി മംഗൂസ് pushed his tail and the long hair on his spine stood up. അതായത് എന്താ പറയണേ? നമ്മുടെ മംഗൂസ് മോശക്കാരനാണോ? അല്ല. നമ്മുടെ മംഗൂസ് എന്താ ചെയ്യണത്? മംഗൂസിന്റെ ടെയില് വെച്ചാൽ എന്താ? വാലെന്താ ഇങ്ങനെ വിടർത്തി നിൽക്കുകയാണ്. അത് മാത്രല്ല അവന്റെ മേത്തുള്ള എല്ലാ ഹെയർസും എന്താണ് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കി നോക്കിയാലോ. The cobra stood on the defensive and the mongoose started attacking. It was really a dreadful battle of champions. അതായത് നമ്മുടെ കോബ്ര എന്താണ്? എന്ത് വന്നാലും എതിർക്കാൻ, പ്രതിരോധിക്കാൻ. ഡിഫൻസീവ് ആണ് പ്രതിരോധം, എതിർക്കാനുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ എന്ത് വന്നാലും എതിർക്കാനുള്ള രീതിയിലാണ് ആര് നിൽക്കുന്നത്?
നമ്മുടെ കോബ്ര നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ മംഗൂസ് എന്തെയാണ്, മംഗൂസ് അറ്റാക്ക് ചെയ്യാണ്. ആരാണ് അറ്റാക്ക് ചെയ്യണത്? കോബ്രനെ അറ്റാക്ക് ചെയ്യാണ്. എന്താണ് ഭയങ്കര ഒരു ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, അതായത് രണ്ട് ചാമ്പ്യന്മാർ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു എന്ത് അന്ന് അവിടെ നടന്നിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദി മൈന ആൻഡ് ദി ക്രോ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ബാറ്റിൽ. അതായത് മൈനയും ക്രോയും എന്താണ് ഈ ബാറ്റിൽ ഒരേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് എന്താ അവർക്ക് സംഭവിക്കണേ, എന്താ സംഭവിക്കണേ? ആൻഡ് ദി ക്രോ കൊളൈഡഡ് ഹെവിലി. കൊളൈഡഡ് ഹെവിലി എന്ന് വെച്ചാൽ നമ്മുടെ ക്രോ എന്താണ് കൂട്ടിമുട്ടാണ്. ആരായിട്ടാണ് കൂട്ടിമുട്ടണത്? നമ്മുടെ കോബ്രനായിട്ട് കൂട്ടിമുട്ടാണ്. അങ്ങനെ കോബ്രയുടെ കയ്യിൽ നിന്ന് ക്രോന് എന്ത് കിട്ടാണ്, ഒരു ബൈറ്റ്, ഒരു കടി കിട്ടാണ്. അങ്ങനെ തന്നെ അപ്പൊ തന്നെ ആര് മരിച്ചു വീഴാണ്, നമ്മുടെ ക്രോ മരിച്ചു വീഴാണ്. ദി മംഗൂസ് അറ്റാക്ക്ഡ് ദി cobra severely, bit on its back several times, and finally the cobra died. The myna congratulated the mongoose with a shrill cry and flew away. അതായത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ മംഗൂസ് ആരെ അറ്റാക്ക് ചെയ്യാണ്, കോബ്രനെ പല രീതിയിലും പല പ്രാവശ്യം ആരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ മംഗൂസ് കോബ്രനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആര് മരിക്കുകയാണ്, നമ്മുടെ കോബ്ര മരിച്ചു പോവാണ്. ആര് മരിച്ചു പോവാണ്, കോബ്ര മരിച്ചു പോവാണ്. ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മൈന ഒരു കൺഗ്രാറ്റുലേഷൻ, എന്താണ് ഒരു കൺഗ്രാറ്റുലേഷൻ, ഒരു കരയണ പോലെ വെച്ചാൽ അവരുടെ എന്താണ് അവരുടെ വേ ഓഫ് ടോക്ക് അതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കരയണ പോലെ എന്താണ് ഒരു കൺഗ്രാറ്റുലേഷൻ ആർക്ക് പറയാണ്, ആരോട് പറയാണ്, നമ്മുടെ ആ ഒരു മംഗൂസിന് പറഞ്ഞിട്ട് ആര് പറന്നു പോവാണ്, മൈന പറന്നു പോവാണ്. ഇനി നടക്കാൻ പോണ നോക്കിക്കോ. The grandfather and grandmother were happy to know that the mongoose won the fight. അതായത് ഗ്രാൻഡ്ഫാദറിനും ഗ്രാൻഡ്മദറിനും മംഗൂസ് ആണ് ഈ ഒരു ഫൈറ്റിൽ വിജയിച്ചെന്ന് പറയുമ്പോൾ ആർക്ക് സന്തോഷാവും, നമ്മുടെ ഗ്രാൻഡ്ഫാദറിനും ഗ്രാൻഡ്മദറിനും സന്തോഷാവും. They had encouraged the mongoose to live in the garden as he was useful to keep snakes away from the house and garden. അതായത് അവരപ്പോ എന്താണ് നമ്മുടെ മംഗൂസ് ആയ ഒരു ഗാർഡനിൽ നിന്നോട്ടുള്ള കാര്യം എന്താണ് എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്, മംഗൂസ് പറഞ്ഞാൽ എന്ത് ചെയ്തോളും, മറ്റുള്ള സ്നേക്സിനൊക്കെ എന്താണ് അവിടെ നിന്ന് ഒഴിവാക്കിക്കോളും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നോട്ടെ എന്ന് ആര് വിചാരിക്കുകയാണ്, നമ്മുടെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും കൂടി തീരുമാനിക്കുകയാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ഗ്രാൻഡ് ഫാദർ ഹാഡ് brought home a white rat from the bazaar and the boy used to take it with him to the banyan tree. അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ബസാറിൽ എന്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റ് റാറ്റിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ വൈറ്റ് റാറ്റിനെ കൊണ്ട് നമ്മുടെ ബോയ് എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ബനിയന്റെ അടുത്തോട്ട് പോവാറുണ്ട്. ഓക്കെ, one day grandmother's knitting was missing. They searched for it everywhere without success. അതായത് ഒരു ദിവസം നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ എന്ത് കാണാറില്ല, നമ്മളിങ്ങനെ നൂല് നൂലിക്കില്ലേ, അതിനുള്ള സൂചി നൂലൊന്നും കാണാനില്ല. അപ്പൊ എല്ലാവരും ഇതിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഇവിടെ ഒന്നും കിട്ടണില്ല. എവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കിട്ടണില്ല. കുറെ നേരം അന്വേഷിച്ചു, അത് കാണില്ല. Next day, the boy found something clenching in the hole in the banyan tree. When he looked in the hole, he found 3 white squirrel babies among the wool in the hole. They were surprised and puzzled to see them. അതായത് പിറ്റേ ദിവസം നമ്മുടെ ബോയ് ഇങ്ങനെ ബനിയന്റെ അടുത്ത് വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ഹോളിൽ എന്തോ തിളങ്ങുന്നുണ്ട്. തിളങ്ങുമ്പോൾ ബോയ് ഇങ്ങനെ നോക്കണം, എന്താ തിളങ്ങണേ ഇങ്ങനെ നോക്കാണ്. ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ ആയി കാണാതെ പോയ ഒരു നീഡില്ലേ, സൂചി കാണാണ്. അതെടുത്ത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ എന്താ കുറേ അധികം നൂല് കാണണം അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നോക്കിയപ്പോൾ ആ നൂലിനുള്ളിൽ 3 ചെറിയ എന്താണ് വൈറ്റ് ബേബി സ്ക്യൂരൽസ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ കൺഫ്യൂഷനായി. എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവാനുള്ള കാരണം വൈറ്റ് സ്ക്യൂരൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്താ വൈറ്റ് സ്ക്യൂരൽസ് ഒക്കെ നമ്മൾ അപൂർവമാണ് കാണാനായിട്ട് അല്ലെ. അപ്പൊ ഇനി ബാക്കി അങ്ങനെ നോക്കാം. But when the boy mentioned that he used to take the white rat to the tree, grandfather said that the white rat must be the father of the white baby squirrels. അതായത് നമ്മുടെ ബോയ് എന്ത് പറയാണ്, ഇങ്ങനെ എല്ലാവരും പസൽഡ് ആയിരിക്കുന്ന സമയത്താണ് ബോയ് പറയണത്. എന്താ പറയണേ, ഞാൻ ഇടക്കിട്ട് ബനിയന്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വൈറ്റ് റാറ്റിനെ കൊണ്ടുപോകാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറയണത്. എന്താ ഗ്രാൻഡ് ഫാദർ പറയണ, അപ്പൊ എന്തായാലും ഈ കുട്ടിയുടെ അച്ഛൻ എന്തായിരിക്കും വൈറ്റ് റാറ്റ് ആയിരിക്കും. അതായത് ഈ വൈറ്റ് ബേബി സ്ക്വിറൽസിന്റെ അച്ഛൻ ആരായിരിക്കും, വൈറ്റ് റാറ്റ് ആയിരിക്കും എന്ന് പറയാണ്. He also said that rat and squirrels were related to each other and they could have offspring. അതായത് എന്താ പറയണേ, സ്ക്വിറൽസും റാറ്റ്സും എന്താണ് റിലേറ്റഡ് ടു ഈച്ച്, അവരെന്താണ് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആര് പറയാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറയാണ്. ഇതോടുകൂടി നമ്മുടെ എന്ത് അവസാനിക്കുകയാണ്, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കണം. അപ്പൊ ചെറിയൊരു ചാപ്റ്റർ, അതായത് ചെറിയ കണ്ടന്റ് ആണ്, പക്ഷെ ചാപ്റ്റർ കുറച്ച് വലുതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെച്ച് പഠിച്ചെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫൈറ്റ് സീൻ നറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ്സും പഠിച്ചൊക്കെ കുറച്ച് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് എന്ത്, സ്ക്യൂരലും നമ്മുടെ ബോയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ചോദിക്കുന്നതാണ് ഈ വൈറ്റ് ബേബി സ്ക്യൂരൽസ്. ഇങ്ങനെയുള്ള
കണ്ടന്റിൽ നിന്നാണ് എന്ത് ചോദിക്കാറ്, ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. പിന്നെ ചോദിക്കുന്നതാണ് നമ്മുടെ ബോയുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ നോക്കി ഈ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി പഠിച്ച് വെക്കാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.